ഇവിടെ ഗോൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത 10 യൂറോ തിരിച്ചു നിങ്ങൾ പന്തടിക്കുമ്പോൾ അവിടെയുള്ള ഗോൾ കീപ്പറായിട്ട് നിൽക്കുന്ന ആ റോബോട്ട് നിങ്ങളുടെ പന്ത് അവിടെ ഗോൾ പോസ്റ്റിൽ കയറാതെ തടുത്തിടാതെ നിങ്ങൾക്ക് ഗോൾ അടിക്കാൻ സാധിക്കും. നിങ്ങൾ കൊടുത്ത 10 യൂറോയാണ് ഇതിന് ചാർജ്. ആ പൈസ നിങ്ങൾക്ക് സ്പെയിനിലാണ് കാഴ്ച കണ്ടത്. സ്പെയിനിലെ ബാഴ്സലോണ സ്റ്റേഡിയത്തിൽ തന്നെയുള്ള അവരുടെ ക്ലബിൻ്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന ആക്ടിവിറ്റികളിൽ ഒന്ന് മാത്രമാണ്. ലോകത്തിലെ തന്നെ ഒരു വമ്പൻ സ്റ്റേഡിയമാണ് ബാഴ്സലോണയുടെ FC ബാഴ്സലോണ സ്റ്റേഡിയം. നിലവിൽ 90,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയമാണ്. അവർ അത് വിപുലീകരിച്ച് 1.25 ലക്ഷത്തിനടുത്ത് കപ്പാസിറ്റിയുള്ള പുതിയൊരു സ്റ്റേഡിയം പണിതുകൊണ്ടിരിക്കുക. ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല ബിൽഡിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇവർ ഈ സ്റ്റേഡിയം പണിതുകൊണ്ടിരിക്കുന്നത്. 10 ഏക്കറിലധികം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വലിയൊരു കോമ്പൗണ്ടാണ് ഇവരുടെ സ്റ്റേഡിയം നിലകൊള്ളുന്നത്. പുതുക്കി പണിയുമ്പോൾ 1.25 ലക്ഷത്തിലധികം പേരെ ഇവർക്ക് ഉൾക്കൊള്ളുവാനായി സാധിക്കും. ആളുകൾ വന്നു കഴിയുമ്പോൾ അവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവർ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സുകളും ട്രാമുകളും ടാക്സികളും എല്ലാമുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു നഗരമാണ് 1992 ഒളിമ്പിക്സ് നടത്തിയ ബാഴ്സലോണ. നല്ല ക്ലീനായിട്ടുള്ള ഒരു നഗരം, ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയായ ഒരു നഗരം. അതുകൊണ്ട് തന്നെയാണ് കോടിക്കണക്കിന് രൂപ ടൂറിസത്തിൽ നിന്ന് ഇവർക്ക് നേടുവാനായി സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ശുചിത്വവും അടിസ്ഥാന സൗകര്യ വികസനവും കേരളത്തിലും നടത്തുകയാണെങ്കിൽ കേരളത്തിലും നമുക്ക് വളരെയധികം രൂപ വിദേശ നാണ്യം നേടുവാനായി ടൂറിസത്തിൽ നിന്ന് നമുക്ക് സാധിക്കും. ഒരു നഗരം എങ്ങനെയാണ് അതിമനോഹരമായി കാത്തു സൂക്ഷിക്കുന്നത് എന്ന് ബാഴ്സലോണയിൽ ചെന്ന് നമുക്ക് മനസ്സിലാക്കും.